ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിച്ചൂസ് ഹോമിലി ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കസ്റ്റർഡ് പൗഡർ ചേർത്ത ഒരു ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവറിൻ്റെതാണ്. അപ്പോൾ ഈ കസ്റ്റർഡ് പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാരയും പിന്നെ മിൽക്ക് പൗഡറും പിന്നെ കോൺഫ്ലോറും മാത്രമാണ്. പിന്നെ നമ്മുടെ ഏത് ഇപ്പോൾ വാനിലയുടേതാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചതാണ്, വീട്ടിൽ തയ്യാറാക്കിയതല്ല. നമുക്ക് ആദ്യം ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഏത്തപ്പഴം എടുത്ത് 2 ഏത്തപ്പഴം, പിന്നെ ആപ്പിളുണ്ട്, മുന്തിരിയുണ്ട്, പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടില്ല. നമ്മൾ അതിന് പകരം കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അണ്ടിപ്പരിപ്പ് വേണമെന്നുള്ളവർ അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യുക. പിന്നെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഒരു 3 ഈത്തപ്പഴവും നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 കവർ പാലിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് പാല് മുന്നേ മാറ്റി വയ്ക്കണം. അതിനകത്താണ് നമ്മുടെ കസ്റ്റർഡ് പൗഡർ കലക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1/2 ഗ്ലാസ് പാല് മാറ്റി വയ്ക്കുന്നത്. ബാക്കി വന്ന പാല് നമ്മൾ തിളപ്പിച്ചെടുക്കണം. ആ തിളച്ച് വരുന്ന പാലിലാണ് നമ്മുടെ കസ്റ്റർഡ് കലക്കിയ പാല് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കട്ട പിടിക്കാതെ അത് കുറുക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് കട്ടിയാവേണ്ട, ലൈറ്റായിട്ടൊന്ന് കുറുകി വന്നാൽ മതി. പിന്നെ അതോടൊപ്പം തന്നെ കുറുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പാകത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറുക്കിയെടുത്ത് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നല്ല തണുത്തതിന് ശേഷം നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് തട്ടിയിട്ട് കൊടുക്കുക. ഫ്രൂട്ട്സ് നട്ട്സൊക്കെ തട്ടിയിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഐസ് ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതും നല്ല തണുപ്പ് കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കുറച്ച് ഐസ് കൂടെ തട്ടിയിടുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. Okay, thank you.